അത്തം നക്ഷത്രക്കാർക്ക് 2026-ൽ ഭാഗ്യാനുഭവങ്ങൾ എങ്ങനെയുണ്ടാകുമെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താഴെ നൽകുന്നു. 1. ഈ വർഷം ഭാഗ്യം തെളിയുമോ? പൊതുഫലം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം മിശ്രഫലമാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴത്തിന്റെ മാറ്റം സാമ്പത്തികമായി ചില അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുമെങ്കിലും ശനിദോഷം നിലനിൽക്കുന്നതിനാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കണം. മെയ് മാസത്തിനുശേഷം തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. 2. ധനയോഗം. ഈ വർഷം അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുക. പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. റിയൽ എസ്റ്റേറ്റ്, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാം. 3. ബാധദോഷം ആൻഡ് പരിഹാരം. അത്തം നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമായതിനാൽ മനസ്സിന് ചാഞ്ചല്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നെഗറ്റീവ് ചിന്തകളിലേക്ക് നയിക്കാം. വീടിനുള്ളിൽ പോസിറ്റീവ് ഊർജം നിലനിർത്താൻ സന്ധ്യാസമയത്ത് നാമജപം ശീലമാക്കുക. ശനിദോഷ ശാന്തിക്കായി നീരാജനം കഴിക്കുന്നത് ഉത്തമമാണ്. 4. ഇഷ്ടദൈവം ആൻഡ് പ്രധാന അമ്പലങ്ങൾ. അത്തം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനും ദേവത സവിതാവുമാണ് സൂര്യൻ. ഇഷ്ടദൈവം ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ ശാസ്താവ്. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി നൽകുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനവും ധാരയും മനഃശാന്തി നൽകും. 5. ജപിക്കേണ്ട മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ദിവസവും സ്നാനശേഷം ജപിക്കുന്നത് ഗുണകരമാണ്. സൂര്യമന്ത്രം, ദേവതമന്ത്രം. ഓം സവിത്രേ നമഃ. ഗായത്രി മന്ത്രം. ഓം ഭൂഭുർവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ചന്ദ്രമന്ത്രം, നക്ഷത്രാധിപ മന്ത്രം. ഓം ശീതാംശവേ നമഃ. ഭദ്രകാളിസ്തുതി. തടസ്സങ്ങൾ മാറാൻ. അമ്മേ നാരായണ, ദേവീനാരായണ, ലക്ഷ്മീനാരായണ, ഭദ്രേ നാരായണ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, അത്തം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരാണ്. എന്നാൽ ഈ വർഷം സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. ഈ വർഷം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അത്തം നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തെ സംബന്ധിച്ച് 2026-ൽ ചില അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലെ ഗ്രഹനില അനുസരിച്ച് അനുകൂല സമയം 2026 മെയ് മാസത്തിനുശേഷം വ്യാഴത്തിന്റെ മാറ്റം സംഭവിക്കുന്നതോടെ വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന ആലോചനകൾ പെട്ടെന്ന് തീരുമാനമാകാൻ ഈ കാലയളവ് സഹായിക്കും. ഗുണകരമായ നക്ഷത്രങ്ങൾ രോഹിണി, മകയിരം, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുമായുള്ള ആലോചനകൾ കൂടുതൽ യോജിച്ചതാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജാതകത്തിൽ ശനിദോഷത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ വിവാഹത്തിന് ചെറിയ കാലതാമസം നേരിടാം. ചൊവ്വദോഷം ഉണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. പരിഹാരങ്ങൾ. വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി താഴെ പറയുന്നവ ശീലിക്കുന്നത് നല്ലതാണ്. 1. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. 2. ചൊവ്വാഴ്ചകളിൽ ദേവിക്ക് കടുംപായസമോ പട്ടും താലിയും സമർപ്പിക്കുകയോ ചെയ്യുന്നത് ആലോചനകൾ വേഗത്തിലാക്കാൻ സഹായിക്കും. 3. മനസമ്മതമുള്ള പങ്കാളിയെ ലഭിക്കാനായി ദിവസവും കുളി കഴിഞ്ഞ് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന സ്വയംവര മന്ത്രം ജപിക്കാവുന്നതാണ്. പൊതുവെ ഈ വർഷത്തിന്റെ പകുതിയോടെ അത്തം നക്ഷത്രക്കാർക്ക് വിവാഹകാര്യത്തിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ഈ വർഷത്തെ നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക.